എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 2025 ഒക്ടോബർ മാസത്തിലെ +2 വിദ്യാർത്ഥികളുടെയും 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെയൊക്കെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നമ്മുടെ +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത് ഹോം സയൻസ് ആണല്ലേ. അപ്പോൾ ഹോം സയൻസിലെ 2025 ഏപ്രിൽ മാസത്തിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് വിശകലനം ചെയ്യാനായിട്ട് പോവുകയാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ബാച്ചിലേക്ക്, അതായത് 2026 ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ 10ാം ക്ലാസ്സും +2 ഒക്കെ എഴുതിയെടുക്കാം എന്നുള്ള കാര്യം അവരോട് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി ഓപ്പൺ സ്കൂളിൻ്റെ കീഴിൽ 10ാം ക്ലാസ്സും +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ച് വഴി നമുക്ക് ഈ ഒരു +2 അല്ലെങ്കിൽ SSLC ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോം സയൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹോം സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം സെക്ഷൻ എ എന്ന് പറയുമ്പോൾ MCQ ടൈപ്പ് ചോദ്യങ്ങളാണ്. ഒരു ചോദ്യം തന്നിട്ട് 4 ഓപ്ഷൻസ് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് സേവ് ഫ്ലോർ സ്പേസ്? അതായത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഫ്ലോർ സ്പേസ് സേവ് ചെയ്യാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ബിൽറ്റ് ഇൻ കബോർഡാണോ, മിറർ ഓൺ വോൾ ആണോ, ബങ്ക് ബെഡ്സ് ആണോ, അല്ലെങ്കിൽ അൽമാരയാണോ? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ പറഞ്ഞ കബോർഡായാലും അല്ലെങ്കിൽ മിറർ ആണെങ്കിലും ബങ്ക് ബെഡ്സ് ആണെങ്കിലും എല്ലാം എന്താണ്, സ്പേസിനെ സേവ് അല്ലെങ്കിൽ ഫ്ലോർ സ്പേസ് സേവ് ചെയ്യുന്നതാണ് അല്ലേ. അതായത് മിറർ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഭിത്തിയിലൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും അല്ലേ. അതേപോലെ തന്നെ ഒരു കബോർഡ് ആണെങ്കിലും എന്താണ്, നമ്മൾ ഭിത്തിയിലാണ് വെക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ എന്താണ് നമുക്ക്, അതായത് അതിന് ഒരു വെർട്ടിക്കൽ സ്പേസസ് മതി, അതായത് അധികം വിസ്തീർണമായിട്ടുള്ള ഒരു ഏരിയയോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ പറഞ്ഞ കബോർഡും മിററൊക്കെ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു വീടിൻ്റെ ഉള്ളിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു റൂമിൻ്റെ ഉള്ളിലാണെങ്കിലും ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാറുള്ളത് അല്ലേ. എന്നാൽ ഇവിടെ അലമാരയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നമുക്കറിയാം അലമാര എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് തറയിൽ വളരെ ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസിൽ വെക്കുന്ന ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫ്ലോറിൻ്റെ അത്യാവശ്യം സ്പേസസ് ഈ പറയുന്ന അലമാര കൈവശപ്പെടുത്തുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഫ്ലോർ സ്പേസ് എന്ന് പറയുന്നത് അവിടെ സേവ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഏത് ഉത്തരത്തിലേക്ക് പോകാം? ഓപ്ഷൻ ഡിയിലേക്ക് പോകാമല്ലോ അല്ലേ. അലമാരയാണ് ഫ്ലോർ സ്പേസ് എന്താ സേവ് ചെയ്യാത്തത്. അപ്പോൾ അവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഹൈലൈറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് സോളാർ കുക്കർ? അതായത് താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, അത് വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യണം, അതിൽ നിന്നും സോളാർ കുക്കറിൻ്റെ അഡ്വാൻറ്റേജസ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇറ്റ് ജനറേറ്റ്സ് എംപ്ലോയ്മെൻറ്റ്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഒന്ന് വായിക്കുമ്പോൾ തന്നെ അറിയാലോ അല്ലേ. ഇറ്റ് റെഡ്യൂസസ് ഫ്യൂവൽ കോസ്റ്റ്. നമുക്കറിയാം ഇന്ധന ചെലവ് കുറയ്ക്കുന്ന ഒന്നാണ് നമ്മുടെ സോളാർ കുക്കർ എന്ന് പറയുന്നത്. സോ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇറ്റ് ഈസ് ടോട്ടലി സേഫ് ടു യൂസ് അല്ലേ. നമുക്കറിയാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. സോ അത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇറ്റ് ജനറേറ്റ്സ് ഇലക്ട്രിസിറ്റി. സോളാർ കുക്കർ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. ദെൻ ഇറ്റ് ഈസ് വെരി ഈസി ടു യൂസ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. സോ അത് ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരേണ്ടത്? ഓപ്ഷൻ 2, 3, 5 ആണ് ശരി അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോവുക സോളാർ കുക്കറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. എന്തൊക്കെയാണ്? ഫ്യൂവൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായത് യൂസ് ചെയ്യാനായിട്ട് വളരെ സേഫാണ്, ദെൻ അതേപോലെ തന്നെ ഇറ്റ് ഈസ് വെരി ഈസി ടു യൂസ് അല്ലേ. അപ്പോൾ ആ ഒരു 3 പോയിന്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ: വിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ഡു ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്രസെൻറ്റ്? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ല താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം ഏത് സ്കീം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏത് സ്കീം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയേ: പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി. നമുക്ക് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ. അതായത് പെട്ടെന്ന് തന്നെ പണം പിൻവലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിക്ഷേപം, അതാണ് ലിക്വിഡിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പ്രൊവൈഡ് സേഫ്റ്റി ഇല്ലേ, നമുക്ക് സുരക്ഷ നൽകുന്നത്. അതുപോലെ തന്നെ റെഗുലർ ഇൻട്രസ്റ്റ്, അതായത് സ്ഥിരമായിട്ട് നമുക്കൊരു പലിശ അല്ലേ, ഇതൊക്കെ കിട്ടുന്നത് താഴെ പറയുന്നത് ഏതിൽ നിന്ന്, ഏത് സ്കീം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ യൂണിറ്റ്സ്, ഷെയർസ്, ഡിബെഞ്ചേഴ്സ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ ബിയിൽ ഡിബെഞ്ചേഴ്സ്, നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്സ്, സേവിങ്സ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. ഓപ്ഷൻ സിയിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട്, ലൈഫ് ഇൻഷുറൻസ്, ഷെയർസ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡിയിൽ
സേവിങ് ബാങ്ക് അക്കൗണ്ട്, പോസ്റ്റ് ഓഫീസ് സേവിങ് അക്കൗണ്ട്, യൂണിറ്റ്സ്, ഇതാണ് തന്നത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. അതായത് സേവിങ് ബാങ്ക് അക്കൗണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് സേവിങ് അക്കൗണ്ട് ആയിക്കോട്ടെ, യൂണിറ്റ്സ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് ഒരു സുരക്ഷയും അല്ലെങ്കിൽ നമുക്ക് റെഗുലറായിട്ടുള്ള പരിശീലനം, ബാങ്കിലൊക്കെ പൈസ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിക്ഷേപം നമ്മൾ നടത്തി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് റെഗുലറായിട്ട് അതിൻ്റെ ഒരു പലിശയും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പണം പിൻവലിക്കാൻ അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി നമുക്ക് അവിടുന്ന് ലഭിക്കുന്നുണ്ട്. സോ അവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് കേട്ടോ. ഇനി 5ാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കുക. 4ാമത്തെ ക്വസ്റ്റൻ ആണ്. 4ാമത്തെ ചോദ്യം നോക്കിയേ. എ ലോ ഫൈബർ ഡയറ്റ് ഈസ് സജസ്റ്റഡ് ഫോർ പേഴ്സൺ സഫറിങ് ഫ്രം വിച്ച് ഡിസീസ്? അതായത് ഏത് രോഗാവസ്ഥയുള്ള ആളുകൾക്കാണ് നമ്മൾ ഈ ഒരു ലോ ഫൈബർ ഡയറ്റ് അല്ലെങ്കിൽ കുറഞ്ഞ നാരുകളുള്ള ഭക്ഷണം കഴിക്കണം എന്ന് ഏത് രോഗാവസ്ഥയിലുള്ള ആളുകളോടാണ് നമ്മൾ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ്? ഡയറി ഉള്ളവരോടാണോ അങ്ങനെ പറയണത്? അത് ഫീവർ ആണോ, കോൺസ്റ്റിപ്പേഷൻ ആണോ, ജോണ്ടിസ് ആണോ എന്ന്? ഏതാ? ഡയറി എന്താണ്? വയറിളക്കം അല്ലേ. കോൺസ്റ്റിപ്പേഷൻ എന്താണ്? മലബന്ധം അല്ലേ. ഇനി ഫീവർ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പനിയാണ് അല്ലേ. ജോണ്ടിസ് എന്താണ്? മഞ്ഞപ്പിത്തം അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഏത് രോഗാവസ്ഥയിലുള്ള ആളുകളോടാണ് നമ്മൾ ലോ ഫൈബർ ഡയറ്റ് എടുക്കണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറഞ്ഞ നാരുകളുള്ള ഭക്ഷണം നിങ്ങൾ കഴിച്ചാൽ മതി എന്ന് പറയുന്ന ആരോടാണെന്ന്? ഏതാണ്? ഡയറിയാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഓപ്ഷൻ എ, ഡയറിയാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ടു അസസ് ദ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് എ പേഴ്സൺ യു നീഡ് ടു നോ ഹിസ്. അതായത് ഇപ്പം നമ്മൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് വിലയിരുത്തുന്ന അല്ലെങ്കിൽ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? അവരുടെ മെൻ്റൽ ഗ്രോത്തിനെ കുറിച്ചാണോ അറിയേണ്ടത്? അത് അവരുടെ ഒരു സോഷ്യൽ ഗ്രോത്തിനെ കുറിച്ചാണോ? അത് ഫിസിക്കൽ ഗ്രോത്ത് ആണോ? അതോ ഇൻ്റലക്ച്വൽ ഗ്രോത്തിനെ കുറിച്ചാണോ അറിയേണ്ടത്? അതായത് ഭൗതിക വികാസമാണ് ഇൻ്റലക്ച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പം ഇതാണോ അറിയേണ്ടത്? നമുക്കറിയാം ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന അവരുടെ എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? അവരുടെ ഫിസിക്കൽ ഗ്രോത്ത് അനുസരിച്ചാണ് അല്ലേ. അതായത് ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം വരുന്നുണ്ട്? അവരുടെ ഹൈറ്റ് വരുന്നുണ്ട്, വെയിറ്റ് വരുന്നുണ്ട് അല്ലേ, ബോഡി മാസ് വരുന്നുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ് ഏതെന്ന് പറയുന്നത്? ഫിസിക്കൽ ഗ്രോത്തിൻ്റെ ഉൾപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ എന്താണ് ആ ഒരാൾക്ക് നമുക്ക് അവരുടെ ആ ഒരു പോഷകാഹാര നില അല്ലെങ്കിൽ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ചോദ്യം നോക്കിയേ. ആക്ട്സ് ഓഫ് വയലേഷൻ ഓഫ് ലോ ബൈ അഡോളസൻസ് ഈസ് ടേംഡ് ആസ് ഡാഷ്. അതായത് നമ്മുടെ അഡോളസൻസിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൗമാരക്കാരായിട്ടുള്ള ആളുകൾ നിയമം ലംഘിക്കുന്ന വയലേഷൻ ഓഫ് ലോ അല്ലേ, അതായത് നിയമം ലംഘിക്കുന്ന പ്രവർത്തികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതാണ്? ആൽക്കഹോളിസം എന്നുള്ളതാണോ, ചൈൽഡ് ലേബർ എന്നുള്ളതാണോ, ഡ്രഗ് അഡിക്ഷൻ എന്നുള്ളതാണോ, ജുവനൽ ഡെലിക്വൻസി എന്നുള്ളതാണോ? നമുക്കറിയാം ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഹോം സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ആക്ട്സ് ഓഫ് വയലേഷൻ ഓഫ് ലോ ബൈ അഡോളസൻസ് ഈസ് ടേംഡ് ആസ് ജുവനൽ ഡെലിക്വൻസി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. ഇനി അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഇൻഎബിലിറ്റി ടു എമ്പത്തൈസ് വിത്ത് അതേഴ്സ് ഈസ് കോൾഡ് ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം മറ്റുള്ളവരുമായിട്ട് നമുക്കൊരു ദയ അല്ലെങ്കിൽ സഹാനുഭൂതി എന്നൊക്കെ മലയാളത്തിൽ പറയും അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഒരു രീതി കാണിക്കാൻ കഴിയാത്ത ഒരാളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അവരെന്താ നമ്മൾ വിളിക്കുന്നത്? ഈഗോ അല്ലേ. ഈഗോ എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഈഗോ സെൻട്രിസം എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. എന്താ ഈഗോ സെൻട്രിസം? അഹംഭാവം എന്ന് പറയും അല്ലേ. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊരു സഹാനുഭൂതി എമ്പത്തൈസ് കാണിക്കാത്ത ആൾക്കാരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അവരെ ഈഗോ സെൻട്രിസം, അവർക്ക് അഹംഭാവമാണെന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ അവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കേ. ഗ്രോത്ത് മോണിറ്ററിംഗ് ഓഫ് ചിൽഡ്രൻ ഈസ് ഡൺ ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാംസ്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലുള്ള കുഞ്ഞു കുട്ടികൾ അല്ലേ, അതായത് ചെറിയ കുട്ടികളുടെയൊക്കെ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഗവൺമെൻറ് അധിഷ്ഠിതമായിട്ടുള്ള പ്രോഗ്രാം ഏതാണെന്നാണോ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്? ICDS ആണ് അല്ലേ, അതായത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് എന്നുള്ളതാണ് ഗ്രോത്ത് മോണിറ്ററിംഗ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സമൂഹത്തിലുള്ള ചെറിയ കുട്ടികൾ നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ അറിയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് അംഗൻവാടി എന്നൊക്കെ കുറച്ച് ചെറിയ ആൾക്കാർക്കൊക്കെ ഓരോ സാധനങ്ങൾ കിട്ടത്തില്ല. അത് ചെറിയ ആൾക്കാർ നല്ല ചെറിയ കുട്ടികൾക്കൊക്കെ ഓരോ സാധനങ്ങളൊക്കെ കിട്ടത്തില്ലേ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട്. സോ ഇതാണ് ICDS എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓർത്ത് വയ്ക്കുക. ഗ്രോത്ത് മോണിറ്ററിംഗ് ഓഫ് ചിൽഡ്രൻ, അതായത് കുട്ടികളുടെയൊക്കെ അവരുടെ ഒരു വളർച്ചയുടെ ബേസ് ചെയ്തിട്ട് ഗവൺമെൻറ് നൽകുന്ന ഒരു പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് ആണ്. ICDS ആണ് ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ചോദ്യം നോക്കിക്കേ. റാം
has swollen neck and feels tired. These may be symptoms of which nutritional deficiency disease? നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു ചോദ്യം നമ്മുടെ ഹോം സയൻസിൽ എപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് നിങ്ങൾക്ക് കുറേ അസുഖങ്ങളുടെ പേരുകളും അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ട് അല്ലേ. അപ്പം അതിനെ അടിസ്ഥാനമാക്കി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് തന്ന് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ട്, അങ്ങനെയാണെങ്കിൽ ഏത് ഡെഫിഷ്യൻസിയുടെ മൂലമാണ് അല്ലെങ്കിൽ ഏത് ഡെഫിഷ്യൻസിയുടെ മൂലമുള്ള രോഗമാണ് അദ്ദേഹത്തിന് ബാധിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഹോം സയൻസിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പുള്ളതാണ് കേട്ടോ, ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ അതുകൊണ്ട് നിങ്ങൾ ഓരോ ഡിസീസസും അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, സിംറ്റംസ് ഒക്കെ നോക്കി വെക്കണം കേട്ടോ. നോക്കിയേ, റാം ഹാസ് സ്വോളൻ നെക്ക് ആൻഡ് ഫീൽസ് ടയേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ് റാമിൻ്റെ നെക്ക് അല്ലെങ്കിൽ കഴുത്ത് എന്താണ് ഒരു വീർപ്പ് പോലെ അല്ലേ, സ്വോളൻ മീൻസ് ഒരു വീർപ്പ് പോലെ വന്നിരിക്കുകയും അതുപോലെ തന്നെ എന്താണ് ഫീൽസ് ടയേർഡ് അല്ലേ, വളരെയധികം ക്ഷീണം അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻസ് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. സ്വോളൻ നെക്ക് ആൻഡ് ഫീൽസ് ടയേർഡ് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ബാധിച്ചിരിക്കുന്ന ആ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് നോക്കണ്ട, ഏതാണ്? ഗോയിറ്റർ ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഗോയിറ്റർ എങ്ങനെയാണ് നമുക്കറിയാം, സ്വെല്ലിംഗ് ഓഫ് ദ നെക്ക് ആണ് അല്ലേ. അതായത് നമ്മുടെ കഴുത്തിലെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഒരു വീക്കം വരും, അതിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇത് എന്ത് മൂലമാണ് ഈ ഗോയിറ്റർ ഉണ്ടാവുന്നത്? എന്താ? നമ്മുടെ അയഡിൻ അല്ലേ, അയഡിൻ്റെ അഭാവം മൂലമാണ് ഈ ഒരു ഗോയിറ്റർ എന്ന് പറയുന്ന ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഓർത്ത് വെച്ചോണം, അയഡിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഗോയിറ്റർ എന്ന് പറയുന്ന രോഗം നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 10ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റിന് നമ്മുടെ സ്റ്റെയിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നമുക്ക് സ്റ്റെയിൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എക്സാമിന് തീർച്ചയായിട്ടും ഉണ്ടാവുന്ന ഒരു ഭാഗം കൂടിയാണ് സ്റ്റെയിൻസിൻ്റെ ഭാഗം. അപ്പോൾ ഈ സ്റ്റെയിൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക, കാരണം അതിൽ തന്നെ നമുക്ക് കുറേ പഠിക്കാനുണ്ട് അല്ലേ. കോഫി സ്റ്റെയിൻസ് ഉണ്ട്, ബട്ടർ സ്റ്റെയിൻ ഉണ്ട്, ബ്ലഡ് സ്റ്റെയിൻ ഉണ്ട്, ടീ സ്റ്റെയിൻ ഉണ്ട്. സോ ഇതെല്ലാം പഠിച്ചു വെച്ചോണം. ഈ ഒരു ഭാഗത്തു നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റിന് 100% ഉറപ്പുള്ളതാണ് കേട്ടോ, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റെയിൻസ് ഷുഡ് ബി റിമൂവ് വിത്ത് ഓൺലി കോൾഡ് വാട്ടർ. അതായത് തണുപ്പുള്ള വെള്ളത്തിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന കറകൾ. സ്റ്റെയിൻസ് എന്താ മീൻസ്? കറയാണ് അല്ലേ. അപ്പോൾ കറ കളയാനായിട്ട് പറ്റുന്ന തണുത്ത വെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിച്ച് നമുക്ക് കറ കളയാനായിട്ട് കറ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കറ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കോൾഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് ഏതായിരിക്കും? നമുക്കറിയാം ബ്ലഡ് സ്റ്റെയിൻ ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത് അല്ലേ. അതായത് ബ്ലഡ് സ്റ്റെയിൻ ആണ് നമുക്ക് കോൾഡ് വാട്ടറിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോണേ. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഫാബ്രിക് ഫൈബേഴ്സ് ആർ ഹെൽഡ് ടുഗദർ ബൈ മെക്കാനിക്കൽ ഫോഴ്സ്, ഗം ഓർ ഹീറ്റ്? അതായത് താഴെ കുറച്ച് ഓരോ തുണികളുടെ പേര് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗം, പശ അല്ലെങ്കിൽ ഹീറ്റ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഫൈബേഴ്സ് അല്ലെങ്കിൽ നാരുകളൊക്കെ ഒരുമിച്ച് ചേർക്കുന്നത് ഏത് തരത്തിലുള്ള ഫാബ്രിക്കിലാണ്, ഏത് തരത്തിലുള്ള തുണിയിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മെക്കാനിക്കൽ ഫോഴ്സ്, ഗം ഓർ ഹീറ്റ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നാരുകൾ, ഫൈബേഴ്സ് ഒന്നിച്ച് ചേർത്തിട്ടുള്ള തുണി താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി നമതയാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് അവിടെ പറഞ്ഞിരിക്കുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, വിച്ച് വൺ ഓഫ് ദീസ് ആക്ടിവിറ്റീസ് നീഡ്സ് ഫൈൻ മസ്ക്യുലർ കോർഡിനേഷൻ? എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് നോക്കുക, എന്നിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ ഫൈൻ മസ്ക്യുലർ കോർഡിനേഷൻ നൽകുന്നത് ഏത് ആക്ടിവിറ്റീസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഒരു എന്താ പറയുക, പേശി ഏകോപനമൊക്കെ ലഭിക്കുന്നത് ഏത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ജമ്പിങ് ഹേർഡിൽസ് ആണോ, അല്ലെങ്കിൽ ക്ലൈംബിങ് സ്റ്റെയർസ് ആണോ, ഡ്രോയിങ് പിക്ചേഴ്സ് ആണോ, റണ്ണിങ് വിത്ത് ബോൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, ഡ്രോയിങ് പിക്ചേഴ്സ് ആണ് ഫൈൻ മസ്ക്യുലർ കോർഡിനേഷൻ കിട്ടുന്നത് അല്ലേ. അപ്പം പേശി ഏകോപനമൊക്കെ നടക്കുന്ന ഏത് പ്രവൃത്തിയിലാണ്, ഏത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ്? ഡ്രോയിങ് പിക്ചേഴ്സ് ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ചോദ്യം നോക്ക്. വിച്ച് ഏജസ് റെഫർ ടുവേഴ്സ് പ്യൂബർട്ടി അല്ലേ. അതായത് താഴെ തന്നിരിക്കുന്നതിന് ഏത് പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഏത് പ്രായം തൊട്ട് ഏത് പ്രായം വരെയാണ് കൗമാരപ്രായം എന്ന് അറിയപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒന്നും നോക്കേണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഏജ് ഏതാണ്? 11 തൊട്ട് 12 വയസ്സ് വരെ ഉള്ളവരെയാണ് അല്ലേ. അപ്പോൾ 11 തൊട്ട് 12 വയസ്സുള്ള കുട്ടികളെയാണ് നമ്മൾ എന്തെന്ന് പറയും? കൗമാരപ്രായത്തിലുള്ള വ്യക്തികളെന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? 11 തൊട്ട് 12 വരെ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക്
ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ MCQ ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓപ്ഷൻ മൊഡ്യൂളിലേക്ക് പോവുകയാണ്. സോ ഇവിടെ നിങ്ങൾക്കറിയാം ഓപ്ഷൻ മൊഡ്യൂളിൽ ഏതാണ് കുറച്ചുകൂടെ ഈസി ഓപ്ഷൻ മൊഡ്യൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഓപ്ഷൻ മൊഡ്യൂൾ എ തന്നെയാണ് ഹോം സയൻസിൻ്റെ എളുപ്പമുള്ള മൊഡ്യൂൾ. ഓപ്ഷൻ മൊഡ്യൂൾ ബി കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ മൊഡ്യൂൾ എ ആണ് നിങ്ങളെ സംബന്ധിച്ച് പഠിക്കാനായിട്ട് എളുപ്പം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻ മൊഡ്യൂൾ എയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ് നോക്കി പോകുന്നത്. ഓപ്ഷൻ മൊഡ്യൂൾ എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്, ഹൗസ് കീപ്പിംഗ് ആണ് നമ്മുടെ ഓപ്ഷൻ മൊഡ്യൂൾ എ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് വളരെ ഈസിയാണ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യന് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് ആൻ അബ്രസീവ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് അബ്രസീവ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് അബ്രസീവുകൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? സാധാരണ രീതിയിൽ ഈ സർഫസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, സർഫസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അത് ഉരച്ചിങ്ങനെ വൃത്തിയാക്കാനും അല്ലെങ്കിൽ മിനുസപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ അബ്രസീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ തന്നിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എമറി പേപ്പർ ആണോ, വീറ്റ് ബ്രാൻ ആണോ, ബേക്കിംഗ് സോഡ ആണോ, സോഡസ്റ്റ് ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ എമറി പേപ്പർ ആയാലും ബേക്കിംഗ് സോഡ ആണെങ്കിലും വീറ്റ് ബ്രാൻ ആണെങ്കിലും ഇതെല്ലാം എന്താണ് നമ്മൾ സാധാരണ രീതിയിൽ അബ്രസീവായിട്ട് യൂസ് ചെയ്യാറുള്ള സാധനങ്ങളാണ് കേട്ടോ. എന്നാൽ സോഡസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറക്കപ്പൊടി എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ പറഞ്ഞ അബ്രസീവായിട്ട് നമ്മൾ ചെയ്യാറില്ല അല്ലെങ്കിൽ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ അതാണ് അവിടെ ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഅറേഞ്ച് ഇൻ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ റിപ്പയർ ഓഫ് ആൻ ഇലക്ട്രിക്കൽ ഫ്യൂസ്. അതായത് താഴെ തന്നിരിക്കുന്ന സ്വീക്വൻസ് നോക്കിയിട്ട് അതിനെന്ത് ചെയ്യണം, ഈ നമ്മുടെ ഇലക്ട്രിക്കൽ ഫ്യൂസ് റിപ്പയർ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കറക്റ്റ് സ്വീക്വൻസിൽ ഓർഡറാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പുട്ട് ദ മെയിൻ സ്വിച്ച് അല്ലേ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പുട്ട് ദ മെയിൻ സ്വിച്ച്. അതിനുശേഷം സെക്കൻഡ് റീപ്ലേസ് ദ ഫ്യൂസ് വിത്ത് ന്യൂ വയർ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പുട്ട് ദ മെയിൻ സ്വിച്ച് ഓൺ. അത് കഴിഞ്ഞിട്ട് തേർഡ് എക്സാമിൻ ആൻഡ് ക്ലീൻ ദ ഫ്യൂസ് കട്ട് ഔട്ട്, അതാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയല്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓർഡറിലാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ഓപ്ഷൻ മൊഡ്യൂൾ ബി ആണ്. അപ്പോൾ അത് നമ്മൾ പറയുന്നില്ല, കാരണം ഓപ്ഷൻ മൊഡ്യൂൾ ബി നമ്മൾ നോക്കുന്നില്ലാത്തതുകൊണ്ട് ഓപ്ഷൻ മൊഡ്യൂൾ ബിയിലേക്ക് നമ്മൾ പോകുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് ട്രൂ? അതായത് തന്നിരിക്കുന്ന പ്രസ്താവനകളിനകത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് മാത്രം കണ്ടെത്തി എഴുതിയാൽ മതി കേട്ടോ. ഓപ്ഷൻസ് നോക്കിക്കേ. ഒന്നാമത്തെ നമുക്കിവിടെ തന്നിരിക്കുന്നത് ട്രയഡ് കളർ സ്കീം ഈസ് യൂസ്ഡ് ഇൻ കാന്ത സ്ട്രീച്ച് ഓഫ് ബംഗാൾ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് വെൻ എ മോട്ടീഫ് ഈസ് റിപ്പീറ്റഡ് അറ്റ് സർട്ടൻ ഇൻ്റർവെൽസ് ഓവർ എ സർഫസ് ഇറ്റ് ഈസ് കോൾഡ് എ പാറ്റേൺ. ദെൻ മൂന്നാമത്തെ ബാക്ക് സ്ട്രീച്ച് ഈസ് എ വെരി സ്ട്രോങ് സ്ട്രീച്ച്. ഡി ആൻ അബ്സ്ട്രാക്ട് ഡിസൈൻ ഡസ് നോട്ട് ഹാവ് എനി സ്പെസിഫിക് ഇൻസ്പിറേഷൻ. ഏതാ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ട്രയാഡ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തണം. ഇവിടെ എന്താ ട്രയാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ട്രയാഡ് കളർ സ്കീം എന്നാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രയാഡ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക ഇതെന്താ 3 നിറങ്ങളെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഈ കാന്ത സ്ട്രിച്ചിൽ സാധാരണ രീതിയിൽ 2 നിറങ്ങളാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അതായത് റെഡും ബ്ലാക്കും ആണ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ട്രയാഡ് കളർ എന്ന് പറയുമ്പോൾ അവിടെ 3 കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ആൻസറായിട്ട് വരുന്നത്. അത് ഓർത്ത് വെച്ചോണേ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടോ. ഫസ്റ്റ് വൺ യൂസിങ് ഫ്ലുവൻ്റ് ആൻഡ് കോംപ്ലക്സ് ലാംഗ്വേജ്. രണ്ടാമത്തത് ലൈക്ക് യൂസിങ് ടങ് ട്വിസ്റ്റേഴ്സ്. ഓപ്ഷൻ സി തന്നിരിക്കുന്നത് യൂസിങ് സിമിലർ വേർഡ്സ് ഹാവിങ് ഡിഫറെൻറ്റ് മീനിങ്. ദെൻ ഓപ്ഷൻ ഡി ലൈക്ക് യൂസിങ് സ്ലാങ്. നമുക്കറിയാം ഏതാ വരുന്നത്? ഓപ്ഷൻ എയും ഡിയും ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക. 2 നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു പോകും ഇപ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എയും ഡിയും ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കവിടെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതണം. ട്രൂ ഓർ ഫോൾസ് ആണ്. ദെൻ ജസ്റ്റിഫൈ യുവർ ആൻസർ വിത്ത് റീസൺ. നിങ്ങൾ ആ ഒരു ആൻസർ തിരഞ്ഞെടുക്കാനുള്ള കാരണം കൂടെ അവിടെ വ്യക്തമാക്കണം കേട്ടോ. നോക്കിയേ, മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ ഷുഡ് ബി ഇൻവോൾവ്ഡ് ഇൻ സിമ്പിൾ ഹൗസ് ഹോൾഡ് ടാസ്ക്. അതായത് നമുക്കറിയാം അതായത് കുറച്ച് മെൻ്റലി റിട്ടാർഡഡ്, അതായത് കുറച്ച് മെൻ്റലി വെല്ലുവിളികളൊക്കെ നേരിടുന്ന ചില കുട്ടികളുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ചെറിയ രീതിയിലുള്ള വീട്ടുകാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ
അല്ലെങ്കിൽ വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെയും കൂടെ ഇൻവോൾവ് ആക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ശരിയാണ് അല്ലേ, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. എന്തുകൊണ്ട്? കാരണം എന്താണ്? നമുക്കറിയാം ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ഫങ്ഷണൽ സ്കിൽസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസമൊക്കെ എന്തായിരിക്കും, കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവാനായിട്ട് ഇമ്പ്രൂവ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു സാമൂഹ്യപരമായിട്ടുള്ള രീതിയിൽ അവരെ പൊരുത്തപ്പെടാനോ അല്ലെങ്കിൽ അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു നമ്മൾ ചെറിയ ചെറിയ ഹൗസ് ഹോൾഡ് ടാസ്കുകളൊക്കെ ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവരെ കുറച്ചുകൂടെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരെ ഹെൽപ്പാക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമുക്ക് പറയാവുന്നതാണ്. ഇനി ഓപ്ഷൻ ബി അവിടെ തന്നിരിക്കുന്നത് ബോഡി കോണ്ടാക്ട് ഇൻ ക്രൗഡഡ് പ്ലേസസ് മേ കോസ് HIV ട്രാൻസ്മിഷൻ അല്ലേ. അതായത് നമുക്കറിയാം HIV പകരുന്നത് സാധാരണ രീതിയിൽ തിരക്കേറിയ ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസസിൽ നമ്മളവിടെ പോയി വെറുതെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ഈ HIV ഒക്കെ പകരാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവരെ ബോഡി കോണ്ടാക്റ്റ് പറയുന്നുണ്ട്. ജസ്റ്റ് അവരെ ടച്ച് ചെയ്യാതെ അവരുടെ കൈ പിടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്കേറിയ സ്ഥലങ്ങളിൽ HIV ബാധിതരായിട്ടുള്ള ആളുകളുമായിട്ട് ഇങ്ങനെ നമ്മൾ തൊടുകയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ HIV ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ, അത് ഫോൾസ് ആണ്. കാരണം എന്താണ്? നമുക്ക് അങ്ങനെ ഒന്നും HIV ഉണ്ടാവില്ല അല്ലേ. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് HIV എന്ന് പറയുന്നത് നമ്മൾ വെറുതെ അവരോട് സംസാരിച്ചെന്നോർത്ത് അല്ലെങ്കിൽ അവരെ തൊട്ടെന്നോർത്തൊന്നും നമുക്ക് പകരാനായിട്ട് അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചെന്നോർത്തൊന്നും പകരുന്നില്ല അല്ലേ. എങ്ങനെയാണ് സാധാരണ രീതിയിൽ നമുക്ക് HIV പിടിപെടുന്നത്? നമുക്കറിയാം HIV എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബ്ലഡിലൂടെയോ അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ സെക്ഷുവലി കോണ്ടാക്ട് ചെയ്യുമ്പോഴോ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഒരു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളോട്, അതായത് ശരീരത്തിൻ്റെ ദ്രവ്യങ്ങളിലൂടെ മാത്രമേ ഈ HIV എന്ന് പറയുന്ന സംഭവം വരത്തുള്ളൂ അല്ലേ, അല്ലെങ്കിൽ പിടിപെടുകയുള്ളൂ നമുക്ക് പറയാം. അതല്ലാതെ വെറുതെ ഇങ്ങനെ അവരുടെ കൂടെ ഇരുന്നെന്നോർത്തോ അല്ലെങ്കിൽ അവർക്ക് കൈകൾ കൊടുത്തെന്നോർത്തോ അല്ലെങ്കിൽ അവർ ചുമച്ചപ്പോൾ നമ്മൾ അവിടെ പോയി നിന്നെന്നോർത്തോ ഒന്നും ഈ പറഞ്ഞ സാധാരണ ഇടപെടലിലൂടെയൊന്നും ഈ HIV നമുക്ക് പിടിപെടുന്നില്ല എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അതുകൊണ്ട് അത് ഒരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് സേവിങ്സിൻ്റെ 4 അഡ്വാൻറ്റേജസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, പഠിച്ചു വെച്ചോണേ. സേവിങ്സിൻ്റെ 4 അഡ്വാൻറ്റേജ്. ഒന്നാമത്തേത് പറയുന്നത് എന്താണ്? ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്ക് തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് സാമ്പത്തിക സുരക്ഷിതത്വം നമുക്ക് നൽകുന്നെന്ന് പറയാം. അതുപോലെ തന്നെ അച്ചീവിങ് ഫ്യൂച്ചർ ഗോൾസ് അല്ലേ, ഭാവി ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നേടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ, അതായത് നിക്ഷേപ അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. കൂടാതെ മാനേജിങ് എമർജൻസീസ് അടിയന്തര സാഹചര്യങ്ങളൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് കുറച്ചുകൂടി സെൻറ്റൻസ് ആയിട്ടുള്ള രീതിയിൽ എഴുതണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഹെഡിങ്സ് ആയിട്ടുള്ള രീതി പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തോടെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന തന്നിട്ടുണ്ട്, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ്, ന്യൂക്ലിയർ ഫ്യൂവൽ ഈസ് എ റിനവബിൾ സോഴ്സ് ഓഫ് എനർജി. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം ഇതെന്താണ്, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രഷർ കുക്കർ ഹെൽപ്സ് ടു സേവ് ടൈം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓൾറെഡി നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ കണ്ടിട്ടുണ്ട് മുകളിൽ അല്ലേ, നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ട്രൂ ആണ്. ജിയോ തെർമൽ എനർജി ഇസ് ദ സോളാർ ഹീറ്റ് എനർജി ട്രാപ്ഡ് ബൈ റോക്സ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അതായത് ഈ പറഞ്ഞ ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത് അത് എങ്ങനെയുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത് പാറകൾ അല്ലേ, അതായത് പാറകളെ അത് ട്രാപ്ഡ് ബൈ റോക്സ് എന്നാണ്. അത് പാറകളെ ട്രാപ്പ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു ഹീറ്റ് എനർജിയാണ്, അല്ലെങ്കിൽ സോളാർ ഹീറ്റ് എനർജിയാണ് ജിയോ തെർമൽ എനർജി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ തെറ്റാണ് അല്ലേ. ഇനി അടുത്തത് ഡി ആണ് അവിടെ തന്നിരിക്കുന്നത്. എ സ്മോൾ റെഫ്രിജറേറ്റർ കൺസ്യൂംസ് ലെസ് പവർ ദാൻ എ ബിഗ് റെഫ്രിജറേറ്റർ. അതായത് ഒരു ചെറിയ റെഫ്രിജറേറ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ റെഫ്രിജറേറ്ററിനേക്കാളും കുറഞ്ഞ വൈദ്യുതിയാണ് അത് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രൂ ആണ് അല്ലേ. അപ്പം 2 ശരിയുമുണ്ട് 2 തെറ്റുമുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ പറഞ്ഞ പോലെ പ്രസ്താവന ചോദ്യം തന്നെയാണ്. ഫ്രീക്വൻസി ഓഫ് ഫുഡ് ഫോർ പ്രഗ്നൻറ്റ് വുമൻ ഷുഡ് ബി ഇൻക്രീസ്ഡ്. അതായത് നമ്മുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിൻ്റെയൊക്കെ ഫുഡ് എന്ന് പറയുന്നത് അതിൻ്റെ എണ്ണം കൂട്ടണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ട്രൂ ആണെന്ന് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തോടെ പറഞ്ഞിരിക്കുന്നത് 1 cup of poha gives same calories as 1 chapati. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഇനി ഔട്ട് ഓഫ് സീസൺ ഫുഡ് ഈസ് ലെസ് ന്യൂട്രീഷ്യസ്. അത് ശരിയാണോ? അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് അല്ലേ. അതായത് ഔട്ട് ഓഫ് സീസൺ ഫുഡ് ഈസ് ലെസ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അത് ട്രൂ ആണ്. ഓക്കെ, അടുത്തോടെ പറഞ്ഞിരിക്കുന്നത് ഫുഡ് എക്സ്ചേഞ്ച് മേക്ക് ഡയറ്റ് പ്ലാനിങ് ഈസി. അതായത് ഫുഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഡയറ്റ് പ്ലാനിങ്ങിന് ഈസിയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ 3 ട്രൂവും 1 ഫോൾസും ആണല്ലേ. ഓക്കെ, അടുത്തത് നമുക്കവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് 22 ആണ്.
വിച്ച് 4 ഫുഡ് ഐറ്റംസ് അനിറ്റ ക്യാൻ ഇൻക്ലൂഡ് ഇൻ ഹർ 7-month-old ചൈൽഡ്സ് മീൽ. അതായത് അനിറ്റ എന്താണ് അവളുടെ ഒരു 7 മാസമായിട്ടുള്ള കുട്ടിക്ക് എന്തൊക്കെ രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ആണ് അവളുടെ കുഞ്ഞിന് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പറയാനായിട്ട് സാധിക്കും അവിടെ? ഏതൊക്കെ തരത്തിലുള്ള ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റും? 7 മാസമാണ് കേട്ടോ. 7 മാസമായിട്ടുള്ള കുട്ടിക്ക് അനിറ്റ ഏതൊക്കെ രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും കൊടുക്കുക? അതായത് അവിടെ 4 എണ്ണം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 4 ഫുഡ് ഐറ്റംസിൻ്റെ പേര് എഴുതാൻ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങളോട് പറയേണ്ടത്. എന്തൊക്കെ കൊടുക്കാം നമുക്ക്? ഒന്ന്, നമുക്ക് സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി. ഇനി അറിയില്ലാത്ത ആൾക്കാർ ഓർത്ത് വയ്ക്കും. നമുക്ക് എന്തൊക്കെ കൊടുക്കാം? ഒരു അതായത് ഉടച്ച പരിപ്പ് നമുക്ക് കൊടുക്കാം അല്ലേ? അതുപോലെ തന്നെ നന്നായിട്ട് വേവിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് കൊടുക്കാം അല്ലേ? അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങളുടെയൊക്കെ പേരുകൾ നിങ്ങൾ എഴുതി കൊടുക്കുക കേട്ടോ. പിന്നെ മധുരക്കിഴങ്ങ് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ? പിന്നെ നന്നായിട്ട് ഉടച്ച പഴം നമുക്ക് കൊടുക്കാം. ഇതൊക്കെ വൈറ്റമിൻസും പ്രോട്ടീൻസൊക്കെ ഉള്ള ഫുഡുകളാണ് അല്ലേ? അപ്പം അതുപോലെ നല്ലപോലെ വെന്തിട്ടുള്ള സോഫ്റ്റ് റൈസ് കൊടുക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ റാഗിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുക. അത് നിങ്ങളുടെ അറിവനുസരിച്ചിട്ടുള്ള രീതിയിൽ എഴുതിയാൽ മതി കേട്ടോ. അവിടെ കാണാതെ പഠിക്കാനായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഇനി അവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇത് താഴെ തന്നിരിക്കുന്ന മെറ്റീരിയൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിയേജൻ്റ് ആയിക്കോട്ടെ, അത് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ കറകൾ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ബോറാക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്കറിയാം പ്രോട്ടീൻ സ്റ്റെയിൻസ് അല്ലേ? പ്രോട്ടീൻ സ്റ്റെയിൻസ് ആണ് ഇവിടെ നമുക്ക് ഈ ബോറാക്സ് വെച്ചിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ. പ്രോട്ടീൻസ് സ്റ്റെയിൻസ്. ഓക്കെ, പ്രോട്ടീൻ സ്റ്റെയിൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും അതിനകത്ത്? ലൈക്ക് ഏതൊക്കെ വരും? എഗ്ഗ്, മിൽക്ക് അല്ലേ, ബ്ലഡ്, ഇങ്ങനെയുള്ള കറകളൊക്കെയാണ് പ്രോട്ടീൻ സ്റ്റെയിൻസിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പോൾ ബൊറാക്സ് വെച്ചിട്ട് പ്രോട്ടീൻ സ്റ്റെയിൻസ് നമുക്ക് റിമൂവ് ചെയ്യാം. കോൾഡ് സാൾട്ടഡ് വാട്ടർ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തണുത്ത ഉപ്പുവെള്ളം വെച്ചിട്ട് സാധാരണ രീതിയിൽ നമ്മൾ ബ്ലഡ് സ്റ്റെയിൻസ് ആണ് കളയുന്നത് അല്ലേ? ബ്ലഡ് സ്റ്റെയിൻസ് ആണ് കളയുന്നത്. ഇത് മെത്തിലൈറ്റഡ് സ്പിരിറ്റ് ആണ് കേട്ടോ. മെത്തിലൈറ്റഡ് സ്പിരിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഏത് സ്ട്രെയിൻ കളയാൻ വേണ്ടിയിട്ട് മെത്തിലൈറ്റഡ് സ്പിരിറ്റ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ലിപ്സ്റ്റിക്ക് അല്ലേ? ലിപ്സ്റ്റിക്ക്, ഗ്രാസ്, അങ്ങനെയുള്ള സംഭവമൊക്കെ കേട്ടോ. ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ ഗ്രാസ് അല്ലെങ്കിൽ പെന്നിൻ്റെയൊക്കെ ഇങ്ക്, ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മെത്തിലൈറ്റഡ് സ്പിരിറ്റ് യൂസ് ചെയ്യുന്നത്. പേസ്റ്റ് ഓഫ് ഓണിയൻ അല്ലേ? പേസ്റ്റ് ഓഫ് ഓണിയൻ അത് എന്താണ്? അതായത് ഉള്ളിയുടെയൊക്കെ ആ ഒരു സംഭവം ഉണ്ട്, അതൊക്കെ നമുക്ക് സ്റ്റെയിൻസ് കളയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഗ്രീസ് അല്ലെങ്കിൽ ഓയിൽ സ്റ്റെയിൻസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ടാണ് പേസ്റ്റ് ഓഫ് ഓണിയൻ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 24ാമത്തെ വിച്ച് 4 കോഡ്സ് ഓഫ് എത്തിക്സ് ഷുഡ് ബി ഫോളോഡ് ഇൻ എ സ്കൂൾ. അതായത് നമ്മൾ സ്കൂളിലൊക്കെ ഏതെല്ലാം തരത്തിലുള്ള കോഡ് ഓഫ് എത്തിക്സ് ആണ് യൂസ് ചെയ്യുന്നത്? അത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കേട്ടോ. എത്തിക്സ് എന്തായാലും ചോദിക്കുന്നതാണ്. അതായത് നമ്മൾ നല്ല രീതിയിൽ എങ്ങനെയാണ് മറ്റുള്ളവർ ബിഹേവ് ചെയ്യുന്നത്, അതാണ് എത്തിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്യണം? വിദ്യാലയങ്ങളിൽ നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള എത്തിക്സ് ആണ്? 4 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നമ്മൾ മറ്റുള്ള എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം അല്ലേ? അതൊന്ന് നമുക്ക് പറയാമല്ലോ അല്ലേ? റെസ്പെക്ട് ഫോർ ഓൾ ഇൻഡിവിജ്വൽസ്, നമുക്കത് പറയാം. അതുപോലെ രണ്ടാമത് നമുക്ക് എന്ത് പറയാം? അതുപോലെ നമ്മൾ സത്യസന്ധതയുള്ള ആളുകളായിരിക്കണം അല്ലേ? നമ്മുടെ എല്ലാ പ്രവർത്തനം, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനകത്തൊരു കൃത്യനിഷ്ഠയും സത്യസന്ധതയൊക്കെ ഉണ്ടായിരിക്കണം അല്ലേ? അത് നമുക്ക് പറയാമല്ലോ. അപ്പോൾ എന്ത് പറയാം? ഇൻറ്റഗ്രിറ്റി ആൻഡ് ഹോണസ്റ്റി പറയാമെന്നാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കാതെ അല്ലേ? അങ്ങനെയുള്ളൊരു സ്വഭാവം നമുക്ക് വേണ്ട അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രൊട്ടക്ട് ദ പ്രൈവസി ഓഫ് സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ് ഇൻഫർമേഷൻസ്. ദെൻ അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും അല്ലേ? ഇതൊക്കെ എന്താണ്? നമുക്ക് ഈ ഒരു എത്തിക്സിൻ്റെ ഭാഗമായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് എന്താണോ അത് എഴുതുക കേട്ടോ. ഞാനിപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത താഴെ തന്നിരിക്കുന്നതിനകത്ത് 1 വേർഡ് ആയിട്ടുള്ള രീതിയിൽ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എ വീവ് ഇൻ വിച്ച് ദ സർഫസ് ഹാസ് ഡയഗണൽ ലൈൻസ്. അതായത് ഡയഗണൽ ലൈൻസ് ആയിട്ടുള്ള രീതിയിൽ നെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു നെയ്ത്തിന് പറയുന്ന പേരെന്താണ്? വീവിങ്ങിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്കറിയാം ട്വിൽ എന്നാണ് പറയുന്നത് അല്ലേ? TWILL ആണ് കേട്ടോ. അതായത് അതിനെയാണ് നമ്മൾ ഡയഗണൽ ലൈൻസ് ആയിട്ടുള്ള രീതിയിൽ വീവ് ചെയ്യുന്നതിന് പറയുന്ന പേര്. ഓക്കെ, അടുത്തത് ഓപ്ഷൻ ബി ക്വസ്റ്റ്യൻ ആണ്. എ ഫാബ്രിക് മേക്കിംഗ് ടെക്നിക് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഷൂ ലേസസ് ഒക്കെ മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫാബ്രിക് മേക്കിംഗ് ടെക്നിക്കിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബ്രെയ്ഡിങ് ആണ് അല്ലേ? അതായത് BRAIDING ആണ് കേട്ടോ. അടുത്തത് ദ ഫിനിഷ്ഡ് എഡ്ജ് ഓഫ് എ ഫാബ്രിക് അലോങ് ഇറ്റ്സ് ലെന്ത്. ഏതാണ് ആൻസർ വരുന്നത് അവിടെ?
അതിനെ പറയുന്ന പേരാണ് സെൽവേജ് കേട്ടോ. SELVAGE. ഓക്കെ. അടുത്ത 1 ബോൾ ഓഫ് യാൺ ഇൻ്റർലൂപ്ഡ് ആയിട്ടുള്ളതിനെ പറയുന്ന പേരെന്താണ്? ആ ഒരു ഫാബ്രിക്കിനെ പറയുന്നതാണ് നിറ്റിങ് അല്ലേ, നിറ്റിങ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. KNITTING ആണ് കേട്ടോ. അപ്പം ഇൻ്റർലൂപ്ഡ് ആയിട്ടുള്ളതിനെ നിറ്റിങ് എന്ന് പറയുന്നു. ഫാബ്രിക് അലോങ് ഇറ്റ്സ് ലെന്ത് ഫിനിഷ്ഡ് എഡ്ജിനെ പറയുന്നത് ഏതാണ്? സെൽവേജിങ് എന്ന് പറയുന്നു. അടുത്തത് നമ്മുടെ ഷൂ ലേസസ്, ആ ഒരു മേക്കിംഗ് ടെക്നിക്കിനെ പറയുന്നത് ബ്രൈഡിങ് എന്നാണ്. അതുപോലെ തന്നെ ഡയഗണൽ ലൈൻസ്, ആ ഒരു വീവിന് പറയുന്നതാണ് ട്വില്ലിംഗ് വീവ് എന്ന് പറയുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞിരിക്കുന്നത് 26ാമത്തെ ചോദ്യമാണ്. അവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതാനാണ് കേട്ടോ. വൂളൻ ക്ലോത്ത്സ് ഷുഡ് ബി സോക്ഡ് ബിഫോർ വാഷിംഗ് അല്ലേ, അതായത് ഈ കമ്പിളി വസ്ത്രങ്ങളൊക്കെ കഴുകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ സോക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കുതിർക്കണമെന്ന്. അതെന്താ? ശരിയാണ് അല്ലേ. വൈറ്റ് ക്ലോത്ത്സ് ഷുഡ് ബി ഡ്രൈഡ് ഇൻ എ ഷെയ്ഡ്. വൈറ്റ് ക്ലോത്ത്സ് എന്ത് ചെയ്യണം? നമ്മൾ ഈ അതായത് എന്താ പറയുക, വെയിലില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് നമ്മൾ ഉണക്കണമെന്ന് അല്ലേ, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്റ്റിക്കൽ ബ്രൈറ്റനിങ് ഏജൻറ്റ്സ് ആർ കളർലെസ് ഡൈസ്. ഓപ്റ്റിക്കൽ ബ്രൈറ്റനിങ് ഏജൻറ്റ്സ് ആർ കളർലെസ് ഡൈസ്. അതായത് ഓപ്റ്റിക്കൽ ബ്രൈറ്റനിങ് ഏജൻറ്റുകൾ എന്ന് പറയുന്നത് ഒരു കളർലെസ് ആയിട്ടുള്ള ഡൈസ് ആണെന്നാണ് പറയുന്നത്. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സിൽക്സ് ഷുഡ് ബി വാഷ്ഡ് ബൈ നീഡിങ് ആൻഡ് സ്ക്വീസിങ് മെത്തേഡ്. സിൽക്സ് പട്ടുതുണികളൊക്കെ എങ്ങനെ കഴുകണമെന്ന് പറഞ്ഞിരിക്കുന്നത്? നീഡിങ് ആൻഡ് സ്ക്വീസിങ്, അതായത് ഈ പിടിഞ്ഞും ഞെരുക്കിയും ആ ഒരു രീതിയിൽ, അങ്ങനെയൊക്കെ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് സിൽക്ക് തുണികളൊക്കെ കഴുകണമെന്ന്. അങ്ങനെയാണോ? അല്ല അല്ലേ. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ തന്നിരിക്കുന്നത്, അതും എന്താണ്? 1 വേർഡ് ആയിട്ടുള്ള രീതിയിൽ ആൻസർ എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ കളക്റ്റീവ് വേർഡ് ഫോർ വൈറ്റ് പെട്രോൾ, മെഥിലൈറ്റഡ് സ്പിരിറ്റ് ആൻഡ് ബെൻസിൻ. ഏതവിടെ ആൻസർ വരേണ്ടത്? നമുക്കറിയാം ഇതിനെല്ലാം പറയുന്നത് സോൾവെൻറ്റ്സ് എന്നാണ് അല്ലേ. അപ്പം സോൾവെൻറ്റ്സ് എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. കളക്റ്റീവ് വേർഡ് ഫോർ വൈറ്റ് പെട്രോൾ, മെഥിലൈറ്റഡ് സ്പിരിറ്റ്, ബെൻസിൻ. വൈറ്റ് പെട്രോളിന് മെഥിലൈറ്റഡ് സ്പിരിറ്റും ബെൻസിനൊക്കെ പറയുന്ന പേരെന്താ? സോൾവെൻറ്റ്സ്. എ കെമിക്കൽ യൂസ്ഡ് ആസ് എ ഫാബ്രിക് വൈറ്റ്നർ. ഏതാ വരുന്നത്? അവിടെ ആൻസർ വരുന്നത് ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് കേട്ടോ, ബ്ലീച്ചിങ് ഏജൻറ്റ്. ഇനി അടുത്തത് എ ക്ലെൻസർ പ്രൊഡ്യൂസ് സിന്തറ്റിക്കലി ഫ്രം കെമിക്കൽസ്. ഏതാ? എ ക്ലെൻസർ പ്രൊഡ്യൂസ് സിന്തറ്റിക്കലി ഫ്രം കെമിക്കൽസ്. ഓപ്ഷനല്ല, ഡിറ്റർജൻസ് ആണ് ഇവിടെ ആൻസർ വരുന്നത് കേട്ടോ. ഡിറ്റർജൻസ് ആണ് എ ക്ലെൻസർ പ്രൊഡ്യൂസ് സിന്തറ്റിക്കലി ഫ്രം കെമിക്കൽസ്. അടുത്ത നാച്ചുറൽ ഓക്സിഡൈസിങ് ബ്ലീച്ച് ഏതാ? നമുക്കറിയാം സൺലൈറ്റ് അല്ലേ. അപ്പോൾ അതവിടെ എഴുതി കൊടുത്താൽ മതി സൺലൈറ്റ് എന്ന്. അടുത്ത് നമുക്കവിടെ വീണ്ടും ഓപ്ഷൻ മൊഡ്യൂൾ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മുടെ ഹൗസ് കീപ്പിങ്ങിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. മാഷ് കോളം എ വിത്ത് കോളം ബി, ചേരുംപടി ചേർക്കാനാണ് കേട്ടോ. കോളം എയിൽ നമുക്ക് ബ്രിക്ക് പൗഡർ തന്നിട്ടുണ്ട്, ടാമറിൻ പൾപ്പ് തന്നിട്ടുണ്ട്, ന്യൂസ് പേപ്പർ തന്നിട്ടുണ്ട്, മൈൽഡ് ഡിറ്റർജൻറ്റ് തന്നിട്ടുണ്ട്. കോളം ബിയിൽ ഗ്ലാസ്, ലിനോളിയം, ബ്രാസ്, അയൺ ഇത്രയാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? ബ്രിക്ക് പൗഡർ ഏതിലേക്ക് വരും? അയണിലേക്ക് വരും അല്ലേ. അപ്പം എയും 4 ആണ് വരുന്നത്. ഇനി ടമറിൻ പൾപ്പ് അല്ലേ, നമ്മുടെ എന്താണ് ടമറിൻ പൾപ്പ്? എന്താണ്? പുളി പിഴിഞ്ഞത് അല്ലേ. അപ്പോൾ അത് ഏതിലേക്ക് വരും? അത് നമ്മുടെ 3ലേക്ക് വരും, ബ്രാസിലേക്ക് വരും അല്ലേ. ഇനി അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഗ്ലാസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ മൈൽഡ് ഡിറ്റർജൻറ്റ് ഏതുമായിട്ട് വരും? ലിനോലിയുമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ്. ഇനി സെക്ഷൻ ബിയിലേക്ക് കിടക്കുകയാണ്. സെക്ഷൻ ബിയിൽ നമുക്ക് ഷോർട്ട്, വെരി ഷോർട്ട്, അതുപോലെ തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ. എ ഫാമിലി ലൈക്സ് ടു കൺസ്യൂം കർഡ് ഡെയിലി, സജസ്റ്റ് 4 ഡിഫറെൻറ്റ് വേഴ്സ് കർഡ് ക്യാൻ ബി സെർവ്ഡ്. അതായത് തൈര് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള 4 സജഷൻസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എക്സാമിന് ചോദിക്കും, എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് കേട്ടോ. മെൻഷൻ 4 സേഫ്റ്റി ടിപ്സ് വൈൽ യൂസിങ് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ഇൻ യുവർ കിച്ചൺ. ഇതും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് 31. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ എൻവയോൺമെൻറ്റൽ ഡിഗ്രാഡേഷൻ? അറിയാവുന്നതാണല്ലോ. മെൻഷൻ ഇറ്റ്സ് 3 നാച്ചുറൽ കോസസ്. ഇനി അടുത്ത ലിസ്റ്റ് 4 അൺഎത്തിക്കൽ ബിഹേവിയേഴ്സ് ദാറ്റ് ആർ കോമൺലി സീൻ ഓൺ ദ റോഡ്. അതായത് നമ്മൾ എത്തിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല രീതിയിൽ പെരുമാറുക. അൺഎത്തിക്കൽ എന്ന് പറഞ്ഞാൽ മോശമായിട്ട് നമ്മൾ പെരുമാറുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ വിച്ച് 4 എത്തിക്കൽ ക്വാളിറ്റി
ക്വാളിറ്റീസ് ഡു യു എക്സ്പെക്ട് ഫ്രം യുവർ ബോസ്? നിങ്ങളുടെ ബോസിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന 4 എത്തിക്കൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ പാസ്റ്ററൈസേഷൻ, വൈ ഈസ് ഇറ്റ് ഡൺ? അതായത് ഇപ്പോഴും ഇത് ഹോം സയൻസിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് പാസ്റ്ററൈസേഷൻ എന്നുള്ളത്? അപ്പോൾ നിങ്ങളിത് പഠിച്ചിട്ട് പോകണം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്ത 34, ബിസൈഡ്സ് മാംഗോസ് ലിസ്റ്റ് 4 ഇൻഗ്രീഡിയൻറ്റ്സ് യൂസ്ഡ് ഫോർ മേക്കിംഗ് മാംഗോ സ്ക്വാഷ്. മാംഗോ സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്, ഹൗ വിൽ യു ചെക്ക് ദാറ്റ് ദ ജാം യു ആർ മേക്കിംഗ് ഈസ് റെഡി? ദെൻ അടുത്ത 35, ഹൗ വിൽ യു പ്രിപ്പയർ അമല മുറാബ അറ്റ് ഹോം? ദെൻ അടുത്തത്, റൈറ്റ് ദ സ്റ്റെപ്സ് ഓഫ് മേക്കിംഗ് മിക്സ്ഡ് വെജിറ്റബിൾ പിക്കിൾ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനി പറയുന്നില്ല. പിന്നെ ഓപ്ഷൻ മൊഡ്യൂളിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. സജസ്റ്റ് 4 ways ടു പ്രിവെൻറ്റ് ഇലക്ട്രിക് ഷോക്ക് അറ്റ് ഹോം. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ട്വിങ്സ് ആൻഡ് ലീവ്സ് ഇൻ എ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത്, ഓക്കെ, ഇത് ഓപ്ഷൻ മൊഡ്യൂൾ ബി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ഓപ്ഷൻ മൊഡ്യൂൾ എ, വിച്ച് 3 points ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ ഹാങ്ങിങ് പെയിൻറ്റ്സ് ഓൺ എ വാൾ? ഇതും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഇത് നിങ്ങൾ നോക്കിയിട്ട് പോകണം, ഇമ്പോർട്ടൻറ്റ്. ഈ ഹൗസ് കീപ്പിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ മൊഡ്യൂൾ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ വേറെ ഒന്നുമില്ല. അതായത് വീട് എങ്ങനെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വീടിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന പാഠത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണ്, അല്ലെങ്കിൽ ഓപ്ഷൻ മൊഡ്യൂളാണ് ഓപ്ഷൻ മൊഡ്യൂൾ എ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചാൽ മതി, നിങ്ങൾ ഓപ്ഷൻ മൊഡ്യൂൾ എ പഠിച്ചാൽ മതി. അതായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്നിട്ടൊക്കെ നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോവുക. നമ്മുടെ ഹോം സയൻസിനെ ബേസ് ചെയ്തിട്ട് ഓരോ ചാപ്റ്ററിലും വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. സോ അതും കൂടെ കണ്ടിട്ട് പോവുക. ഓരോ ചാപ്റ്ററിലും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നമ്മൾ പിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കി പഠിച്ചിട്ട് പോവുക. എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്, അത് നോക്കി പഠിച്ചിട്ട് പോവുക. വീഡിയോ നിങ്ങൾക്ക് വീഡിയോ എന്ന് ഞാൻ പറയുന്നില്ല, ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻസിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും അറിയിക്കുക. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് 10ാം ക്ലാസ്സോ +2 ഒക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിർത്തുന്നു. താങ്ക് യു.